കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ MSF നേതാവ് മുഹമ്മദ് കാസിമിനെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി പ്രത്യേക അന്വേഷണ സംഘം. കാസിമല്ല സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് നടപടി. LDF നൽകിയ പരാതിയിലായിരുന്നു മുഹമ്മദ് കാസിമിനെ പ്രതി ചേർത്തത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് കാഫിർ സ്ക്രീൻഷോട്ട് കേസിന് ആസ്പദമായ സംഭവം. MSF നേതാവ് മുഹമ്മദ് കാസിമിന്റെ സന്ദേശമെന്ന പേരിൽ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെയാണ് കാഫിർ പരാമർശത്തിൽ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടത്. തുടർന്ന് LDFന്റെ പരാതിയിൽ മുഹമ്മദ് കാസിമിനെതിരെ പോലീസ് കേസെടുത്തു. എന്നാൽ സ്ക്രീൻഷോട്ട് വ്യാജമായി നിർമ്മിച്ചതാണെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും പരാതി നൽകി. കാസിമിന്റെ 3 ഫോണും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. സംഭവം തെളിയിക്കുന്ന ഒന്നും കാസിമിന്റെ ഫോണിൽ നിന്നും കണ്ടെത്താനായില്ല. കാസിം കുറ്റക്കാരനല്ല എന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. 2 വർഷമായി നിയമപോരാട്ടത്തിലായിരുന്നു കാസിം. കേസ് അന്വേഷിക്കാൻ UDF സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് കാസിമിനെ പ്രതിസ്ഥാനത്തു നിന്നും ഒഴിവാക്കിയത്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഉറവിടം കണ്ടെത്താൻ ഇതുവരെ SITക്ക് സാധിച്ചിട്ടില്ല. കേസിൽ റിമാൻഡിലായ DYFI നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യ ഹർജിയിൽ നാളെ കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി വിധി പറയും. സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ട വടകര സ്ക്വാഡ് ഗ്രൂപ്പിന്റെ അഡ്മിനാണ് ജിതിൻ. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.